നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദേഷ്യപ്പെടുമ്പോൾ ശബ്ദം എന്തുകൊണ്ട് ഉയരുന്നു എന്ന്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അന്ന് ഗുരുവും ശിഷ്യനും ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിലെ ഒരു വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. ഇത് കേട്ട് ശിഷ്യരിൽ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു, ഇവർ എന്തിനാണ് ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? പതുക്കെ സംസാരിച്ചാലും അവർക്ക് തമ്മിൽ കേൾക്കാമല്ലോ. ഗുരു പറഞ്ഞു, ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് അകലെയാണ്. അതുകൊണ്ടാണ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ പ്രണയബദ്ധരായ യുവമിഥുനങ്ങളെ അവർ കണ്ടു. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, അവർ സംസാരിക്കുന്നത് ഇത്ര അടുത്തു നിന്നിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അത്രയും താഴ്ന്ന സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത്. മാത്രമല്ല, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രയും അടുത്താണ്. കാതുകളോട് സംസാരിക്കുന്നവർ ശബ്ദിക്കും, ഹൃദയത്തോട് സംസാരിക്കുന്നവർ മന്ത്രിക്കും. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതല്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ബന്ധങ്ങൾ വളരുന്നതിൻ്റെയും തളിർക്കുന്നതിൻ്റെയും അടിസ്ഥാനം. ബന്ധങ്ങളുടെ അകലം എന്നത് മാനസിക ദൂരമാണ്. അടുത്തിരിക്കുമ്പോഴും അകലത്തായിരിക്കുന്നവരും അകന്നിരിക്കുമ്പോഴും അടുപ്പത്തിലിരിക്കുന്നവരും ഉണ്ട്. അടുപ്പം എന്നത് ചർമ്മസ്പർശമല്ല, ഹൃദയസ്പർശമാണ്. അതിന് പറയുന്ന വാക്കുകൾ മാത്രമല്ല, പറയാത്ത വാക്കുകളും തിരിച്ചറിയാനാകും. അകന്നിരിക്കുന്ന ഹൃദയങ്ങൾ കൂടുതൽ അടുക്കട്ടെ, ബന്ധങ്ങൾ തളിർക്കുകയും വളരുകയും ചെയ്യട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.